അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു അടിപൊളി മീൻ വറ്റിക്കുന്നതിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ചൂര വറ്റിച്ചതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനാദ്യം നമ്മൾ ചൂരമീൻ, ഏത് മീനായാലും കുഴപ്പമില്ല കേട്ടോ, മത്തിയായാലും അയലായാലും ഒന്നും കുഴപ്പമില്ല. പക്ഷേ എനിക്കിങ്ങനെ ചൂര നല്ല നെയ്യുള്ള ചൂര വറ്റിച്ചതാണ് കൂടുതലിഷ്ടം. അപ്പോൾ അത് കിട്ടിയപ്പോൾ വാങ്ങിച്ചിട്ട് നല്ല ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചൂര ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞു. ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിങ്ങനെ വരഞ്ഞു കൊടുക്കുക. മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മീൻ വറ്റിക്കുന്നതിൽ സ്പെഷ്യലായിട്ട് ഞാൻ ചേർക്കുന്നത്, ചിലരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവട്ടെ, അറിയില്ല. ഞാനിങ്ങനെയാണ് മീൻ വറ്റിക്കുക. ഇതില്ലെങ്കിലാണ് വേറെ മാർഗ്ഗം നോക്കുള്ളൂ. അപ്പോൾ കുടംപുളിയില്ലേ, അത് നമ്മൾ പഴുത്ത പാട് നമുക്ക് കിട്ടില്ലേ, അതങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു കുപ്പിയിലിട്ടിട്ട് കല്ലുപ്പ് ഇട്ടിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുക. ഉണക്കാതെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അവിടെ ഇരിക്കുമ്പോൾ നമുക്കത് മീൻ വറ്റിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഈ മസാലയുടെ കൂടെ പുളിക്ക് പകരം അരച്ച് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കുടംപുളിയാണ് അന്ന് കിട്ടിയിട്ട് ഉപ്പിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇതുവരെ ഒരു കേടും വന്നിട്ടില്ല. പിന്നെ ഇനിയിപ്പോൾ ഇതിങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉണങ്ങിയ കുടംപുളിയാണ് നമുക്ക് മീൻ വറ്റിക്കണതിൽ ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് മസാല ഒന്നിച്ച് അരച്ചെടുത്താൽ മതി. അതല്ലേ പിന്നെ അതിൻ്റെ പകരം വാളംപുളി എടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഒരു വലിയ തക്കാളി കഷ്ണാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പിടി ചുവന്നുള്ളി തൊലി കളഞ്ഞിട്ട് അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്, കറിവേപ്പില, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയുടെ അളവ് നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കട്ടെ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്ര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അതാ നമ്മളെ മസാല ഇവിടെ നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെ മീനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ചുകൂടെ കറിവേപ്പില, 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇനി കുരുമുളക് പൊടി ഇല്ലെങ്കിൽ കുരുമുളകാണ്, പൊടിക്കാത്ത കുരുമുളകാണെങ്കിൽ മസാല അരക്കണേ കൂടെ ഒരു ടീസ്പൂണോളം കുരുമുളക് ഇട്ടിട്ട് ഒന്നിച്ച് അരച്ചാൽ മതി. ഇനി കുറച്ച് നേരം നമ്മളെ മീൻ മസാലയൊക്കെ പറ്റിയത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതാ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന അത്ര വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. നന്നായി ചൂടായ ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം മീൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ഭാഗം ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മീനിൻ്റെ ഒരു ഭാഗമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, മറ്റേ ഭാഗം കൂടി നന്നായിട്ടൊന്ന് വേവുകളൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഉഷാറ് ചൂര വറ്റിച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചെയ്യാത്ത നല്ല ഫ്രഷ് മീൻ കിട്ടിയിട്ട് ഇതേപോലെ ഈ എന്താ പറയുക, ഉണക്കാത്ത കുടംപുളി നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച കുടംപുളി ഉണ്ടെങ്കിൽ അതും കൂടി മസാലയിൽ ചേർത്ത് അരച്ചിട്ട് നമ്മൾ മസാല പുരട്ടിയിട്ടുണ്ടാക്കുന്ന മീൻ വറ്റിച്ചതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് ചൂര തന്നെ വേണമെന്നില്ല, മത്തിയോ ആയാലും നമുക്ക് വറ്റിക്കാൻ പറ്റിയത് മീനായാലും കുഴപ്പമില്ല. ഇതുപോലെ മസാല തയ്യാറാക്കിയിട്ട് വറ്റിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. അതുള്ളവർ ചെയ്ത് നോക്കിയാൽ അറിയാം അതിൻ്റെ ടേസ്റ്റ്. ഇങ്ങനെ ചെയ്യുന്നവരും ഉണ്ടാവും ഇഷ്ടം പോലെ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് എപ്പോഴും വേണം. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും ബായ്.